Good morning, all. Good morning, ma'am. Okay, നമ്മളപ്പോ എടുത്ത് നിർത്തിയത് ഓർമ്മയുണ്ടോ? നോക്കിയായിരുന്നോ? ഓർമ്മയുണ്ടോ എടുത്ത് നിർത്തിയത്? മെഡിക്കൽ ബെനിഫിറ്റ്സ് അല്ലേ? ഇത് ആയിട്ടില്ല. നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് അല്ലേ? സെക്യൂരിറ്റി നമ്മുടെ കഴിഞ്ഞു. വെൽഫെയർ ഫെസിലിറ്റീസ് കഴിഞ്ഞ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് അതാണ് നമ്മൾ നടത്തിയത് അല്ലേ? ഓക്കെ, വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മള് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ് കിട്ടുക അല്ലെ? അപ്പൊ കുറച്ച് അല്ലെ, കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ വായിച്ചു നോക്കാതിരിക്കരുത്. ഇനി നമ്മള് ഫ്രഞ്ച് ബെനിഫിറ്റ്സിന്റെ കുറച്ച് ഭാഗമാണ് പറഞ്ഞു പോയത്. അതായത് തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കുമെന്നുള്ളത് പറഞ്ഞു. ഇപ്പൊ ഓൾഡ് ഏജ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിലുള്ള എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് EPFS അല്ലെ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു നിർത്തിയത്. 1952 ആണ് അത് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് കമ്പനികളാണ് ആ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കുറച്ചും കൂടി 172 ഇൻഡസ്ട്രിയിൽ അതിന്റെ ഭാഗമായി വന്നു. Then വീണ്ടും നമ്മൾ ടുഡേ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പ്രൊവിഷൻ ആക്ട് പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. ഫാമിലി പെൻഷൻ ഫണ്ട് സിൻസ് 1970 വന്നു. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് 1976 ഇതിന്റെ ഈ ആക്ടിന്റെ കീഴിലൊക്കെ വന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു അല്ലെ? ഇത് കംപ്ലീറ്റഡ് ആയോ? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? കംപ്ലീറ്റ് പറഞ്ഞില്ലേ? ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് തുടങ്ങിയല്ലേ ഇരിക്കേണ്ടത്? ആണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ആക്ട് നിങ്ങൾ കഴിഞ്ഞു പോയ ഓക്കെ. EPF അതായത് EPF-ലെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എംപ്ലോയീസിന്റെ പ്രൊവിഡന്റ് ഫണ്ടാണ്. നമുക്കറിയാം തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ അല്ലെ, അവര് പരസ്പരം അവരുടേതായിട്ടുള്ള നിശ്ചിത പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് PF നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നത്. അതിനെ കുറിച്ചിട്ടൊന്നും വൈഡായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ടതില്ല. ജസ്റ്റ് ഇത് മനസ്സിലാക്കി പോവുക. അതായത് 1952 ഈ ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ ആക്ടിന്റെ കീഴില് ആ സ്റ്റാർട്ടിംഗ് ടൈമില് 300 ഇൻഡസ്ട്രീസ് മാത്രമാണ് ഇൻക്ലൂഡഡ് ആവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. 1981 172 ഇൻഡസ്ട്രിയിൽ കൂടി അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കാനായിട്ട് തുടങ്ങി. ഇതിനാല് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലെ, 1971 തുടങ്ങിയിരിക്കുന്ന ഫാമിലി പെൻഷൻ ഫണ്ടും ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട്, അതിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ 1976 ഇതെല്ലാം ഈ ആക്ടിന്റെ കീഴിലാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ നിലവിലും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ്. ഓക്കെ, പിന്നെ ഈ സ്കീം ഇപ്പോഴും അത് ഓപ്പറേറ്റ് ചെയ്യും അല്ലെ, ഇപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. All these 3 schemes are administered by the Central Board of Trustee consisting of nominees of the central and state government and organization of workers and employees. അതായത് ഇതൊരു ട്രസ്റ്റിയുടെ കീഴിലാണ് ഇതിന്റെയൊക്കെ ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കി പോകുന്നത്. അതിൽ നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ
മെമ്പേഴ്സ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ നോമിനീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്കറിയാം അവിടെ വർക്കേഴ്സിന്റെ യൂണിയൻ അല്ലെങ്കിൽ തൊഴിലാളികളുടേതായിട്ടുള്ള യൂണിയന്റെയും കൂടെ അല്ലെ മെമ്പേഴ്സ്, അതിന്റെയും കൂടി നോമിനീസും കൂടി അവിടെ ട്രസ്റ്റിയിലെ മെമ്പർഷിപ്പ് ഉണ്ട്. അവരെടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം മുന്നോട്ട് അല്ലെ എല്ലാ ആർക്കൊക്കെ അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളൊക്കെ ഭേദഗതിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാതെ കമ്മിറ്റി കൂട്ടിയിട്ടാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. There are various regional and sub-regional offices for the administration of this scheme. ഈ സ്കീമിന്റെ അല്ലെ പിൻബലത്തില് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് ഇത്തരം അല്ലെ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ സബ് റീജിയണൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളൊക്കെ ഇതിന്റെ ഇതില് പ്രവർത്തിക്കുന്നുണ്ട്. The CPF commissioner is the chief executive officer of the EPF organization. അതായത് സെൻട്രൽ പ്രൊവിഡന്റ് ഫണ്ട്, അതായത് നമുക്കറിയാം കേന്ദ്രത്തിന്റെ അല്ലെ കേന്ദ്രത്തിന്റെ കമ്മീഷണർ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ EPF-ന്റെ. ഒഫീഷ്യേറ്റിംഗ് ആസ് എ സെക്രട്ടറി ടു ദ ബോർഡ്, അദ്ദേഹം തന്നെയാണ് സെക്രട്ടറി, ബോർഡിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ടു പോകും. അപ്പൊ അത് അത്രയും ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. EPF എന്ന് പറയുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. അത് നമുക്കറിയാം റിട്ടയർമെന്റിന് ശേഷമാണ് ലഭ്യമാകുന്നത്. തീർച്ചയായിട്ടും തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം അല്ലെ അവിടെ എന്താണ് PF-ലേക്ക് നീക്കി വെക്കുന്നുണ്ട്. തൊഴിലുടമയും തൊഴിലുടമയുടെ ഒരു നിശ്ചിത പോർഷൻ ആ PF-ലേക്ക് നീക്കി വെക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഇത്രയും പോർഷൻ അല്ലെ, അത് ബേസിക് സാലറിയുടെ ബേസിലാണ് അവർക്ക് ആ ഒരു പോർഷൻസ് നീക്കി വെക്കേണ്ടതായിട്ട് വരുന്നത്. അത്രയും അല്ലെ അവരുടെ സാലറിയുടെ ഇത്ര പെർസെന്റേജ് ഭാഗമാണ്. തീർച്ചയായിട്ടും 0.75 അല്ലെ 0.75 ആണ് എന്താണ് നമ്മുടെ തൊഴിലാളികളെ നീക്കി വെക്കുന്നതെങ്കിൽ തൊഴിലുടമ അതിനേക്കാൾ കൂടുതൽ 3.25 അത്രയും ഭാഗം അതിലേക്ക് വേണ്ടി PF-ലേക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും റിട്ടയർമെന്റിന് ശേഷമാണ് ഈ PF എമൗണ്ട് അവർക്ക് ലഭ്യമാകുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെയുള്ള പല സ്കീമുകളും ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സ്കീമാണ്. നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, താഴേക്ക് അതിനെ കുറിച്ചിട്ടാണ് അടുത്ത് പഠിക്കാനൊക്കെ. നമുക്ക് പിന്നെ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ട്രസ്റ്റിയാണ് അത് കൈകാര്യം ചെയ്തു പോകുന്നത്. ട്രസ്റ്റിയുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് നോമിനീസ് ഉണ്ട്. തൊഴിലുടമയുടെയും തൊഴിലാളികളുടെയും ഒക്കെ നോമിനീസ് അവിടെ ട്രസ്റ്റിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നവരാണ്. പ്രധാനമായിട്ട് സെൻട്രൽ അല്ലെ പ്രൊവിഡന്റ് ഫണ്ടിന്റെ കമ്മീഷണർ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ആ ഇയറുകളൊക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം, മാറിപ്പോകരുത്. 1976 ഡെപ്പോസിറ്ററി ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട്. 1971 ഫാമിലി പെൻഷൻ ഫണ്ട്. ഓക്കെ, EPF ആണെങ്കിൽ 1952. ഓക്കെ, പ്രാബല്യത്തിൽ വരുന്നത് 1952. നമുക്ക് ഡെപ്പോസിറ്ററി ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. The Employees Depository Linked Insurance Scheme 1976 provides the following benefits. On the death of an employee during the service who is a member of EPF, the person eligible to receive the PF accumulation will be paid an extra amount equal to the average balance in the PF account on the deceased during the preceding 3 years is if such average balance was not below 1,000 at any time during the said period. 10,000 is a maximum amount of benefit payable under this scheme. അതായത് EPF-ലെ ഒരു അംഗമായിരുന്ന ഒരു പേഴ്സൺ അദ്ദേഹം സർവീസിലിരിക്കെ മരണമടക്കും അല്ലെ, അങ്ങനെ മരണമടഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരെ അല്ലെ ആവറേജ് ബേസിക് സാലറിയുടെ ഒരു ഇത്ര പെർസെന്റേജ് അവർക്ക് എന്താണ് ലംസം എമൗണ്ട് ആയിട്ട് അല്ലെ അവർക്ക് ഒരു ഒന്നിച്ചൊരു എമൗണ്ട് ആയിട്ട് ഈ ഒരു മരണത്തിന് ശേഷം അവർ ആശ്രിതർക്ക് കൈമാറും എന്നുള്ളതാണ് ഡെപ്പോസിറ്ററി ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീമില് പ്രതിപാദിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് ഇത് ഈ ഒരു കണക്കുകൾ ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ എമൗണ്ടുകളൊന്നും നിങ്ങൾ എടുക്കരുത്, കാരണം ഈ കാലഘട്ടത്തിന്റെ എമൗണ്ട് അല്ല. ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ അല്ലെ നമുക്കറിയാം 1971 ഈ ഡെപ്പോസിറ്ററി ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം അല്ലെ, സോറി 76 ഈ ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം വന്നിരിക്കുന്നത്. ആ ടൈമിൽ ഒരു എമൗണ്ട് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. മിനിമം 1000 രൂപയെങ്കിലും അവർക്ക് ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കണം. അത് മാക്സിമം 10,000 എമൗണ്ടിലേക്ക് പോകാനും പാടില്ല എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം 3 ഇയേഴ്സിന്റെ അല്ലെ പ്രിസീഡിങ് 3 ഇയേഴ്സിന്റെ ബേസിക് സാലറിയുടെ ബേസിലാണ് അവർക്ക് ആ ഒരു എമൗണ്ട് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. പക്ഷെ
ഈ കാലഘട്ടത്തില് ആ ഒരു ഡെപ്പോസിറ്റ് ലിക്വിഡ് ഇൻഷുറൻസ് സ്കീമിന് ഈ എമൗണ്ടിന്റെ കാര്യത്തിലൊക്കെ വേരിയബിൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ സാലറി ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എമൗണ്ട്സ് ഒന്നും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കി വെക്കുക, ആവശ്യമായിട്ടുള്ള ഒരു എമൗണ്ട് EPF സോറി അപ്പൊ EPF അംഗമായ ഒരു പേഴ്സണ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അല്ലെ. ലംസമായിട്ട് ഇങ്ങനെ മരണമടഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലംസം എമൗണ്ട് അവർക്കായിട്ട് ലഭ്യമാക്കും. Similar to this scheme is the statutory provident fund scheme, which also provide pension and group insurance benefits in addition to the provident fund to workers in SMT plantation. അതായത് ഇതൊക്കെ ഇങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള നിയമപരമായിട്ട് അവർ അർപ്പിക്കപ്പെടുന്ന പ്രൊവിഡന്റ് ഫണ്ടും മറ്റ് തോട്ടം തൊഴിലാളികൾക്കൊക്കെ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് അല്ലെ ആ ഒരു എമൗണ്ട് EPF അംഗത്വം സ്വീകരിച്ച വ്യക്തിക്ക് ലഭ്യമാക്കണമെന്നാണ് എടുത്ത് പറയുന്നത്. ഓക്കെ, ആ ഒരു ഇയർ നോട്ട് ചെയ്ത് വെക്കുക. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഡെത്ത് സംഭവിക്കുമ്പോഴാണ് ഒരു ലംസം എമൗണ്ട് ആയിട്ടാണ് അവർക്ക് ലഭ്യമാകുന്ന ഒരു സ്കീമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. A unique feature of this scheme is a decentralized way in which it is administered at the garden level. Okay, നമുക്കറിയാം അവിടെ ഇങ്ങനെ വികേന്ദ്രീകൃതമായിട്ടുള്ള നടപ്പാക്കലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട്. അതായത് ഗാർഡൻ ലെവലിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തികളുണ്ട്. ഈച്ച് ടി എസ്റ്റേറ്റ് primary committee with 2 representative of the employees and workers with the garden superintendent or managers are the chairman is empowered to sanction and distribute loans and advance to the members and settle their accounts. ഓക്കെ, നമുക്കറിയാം കാലഘട്ടത്തിൻ്റെതായതുകൊണ്ട് തന്നെ ആ ഒരു അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്, പ്രൈമറി കമ്മിറ്റി. 2 റെപ്രസെന്റേറ്റീവ് ആണ് അതിലുള്ളത്. ഒന്ന് ഗാർഡൻ സൂപ്രണ്ടന്റ് or manager and as a chairman is empowered to sanction and distribute loans അല്ലെ. അവിടെ വർക്കേഴ്സിന്റെയും റെപ്രസെന്റേറ്റീവ് ആയിട്ട് വ്യക്തികളുണ്ട്. അവരൊക്കെ കൂടിയാണ് എന്താ ഈ ലോൺ കൊടുക്കണോ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും എമൗണ്ടുകളൊക്കെ കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. കാരണം നമുക്കറിയാം ആ കാലഘട്ടത്തിലൊക്കെ വളരെയധികം അല്ലെ ക്യാഷിന് വേണ്ടിയിട്ട് അത്ര ബുദ്ധിമുട്ടേറിയ കാലഘട്ടമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള PF വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്നതിൽ നിന്നും തന്നെ അവർ ലോണും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴാണെങ്കിലും അദ്ദേഹം PF നിന്ന് ലോണൊക്കെ എടുത്ത് അത് പതിയെ അടച്ച് പോകുന്ന രീതികളും ഉണ്ടാവും അല്ലെ. സാലറിയിൽ നിന്ന് PF പോകും, അതോടൊപ്പം തന്നെ ലോണും പോകുന്ന രീതിയിലൊക്കെ അടച്ചു പോകുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. അത് പ്രത്യേകിച്ച് നമുക്കറിയാം തോട്ടം തൊഴിലാളികളെ കുറിച്ചിട്ടാണ് എപ്പോഴും പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലഘട്ടത്തിലുള്ള സ്റ്റാർട്ടിങ് തൊഴിൽ എന്ന് പറയുന്നത് അല്ലെ വ്യവസായങ്ങളൊക്കെ ഉത്ഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ എല്ലായ്പ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. സോ അതാണ് അവിടെ എടുത്തു പറയുന്നത്. ഗാർഡൻ സൂപ്രണ്ടന്റ് ഓർ മാനേജർ ആസ് ചെയർമാൻ ഈസ് എംപവർഡ് ടു സാങ്ഷൻ. അവരാണ് സാങ്ഷൻ ചെയ്യുന്നത് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസ് ടു ദ മെമ്പേഴ്സ് ആൻഡ് സെറ്റിൽ ദെയർ അക്കൗണ്ട്സ്. അവരുടെ അക്കൗണ്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നതും ഇവർ തന്നെയാണ്. ക്ലിയർ ആണോ? അപ്പോ ഇവര് ആരാണ് ഇങ്ങനെ സെറ്റിൽ ചെയ്ത് കൊടുക്കണേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കുക. ഗാർഡൻ സൂപ്രണ്ടന്റ് ഓർ മാനേജർ ചെയർമാൻ ഇസ് എംപവർഡ് അല്ലെ. ചെയർമാൻ ആണ് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ളത് ഗ്രാറ്റുവിറ്റി ആണ്. ഓക്കെ, ഗ്രാറ്റുവിറ്റിയിൽ പ്രധാനമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. ഗ്രാറ്റുവിറ്റി ഇസ് എ റിവാർഡ് ടു ആൻ എംപ്ലോയി ഫോർ ലോങ് സർവീസ് വിത്ത് ഹിസ് പ്രസന്റ് എംപ്ലോയർ. ഓക്കെ, ആ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി കാണും. അതായത് ഒരു പ്രസന്റ് എംപ്ലോയർ അല്ലെ ഒരു തൊഴിലുടമയുടെ കീഴിൽ ഒരുപാട് നാള് വർക്ക് ചെയ്തിട്ട് ലോങ് സർവീസ് അല്ലെ ഒരുപാട് നാള് വർക്ക് ചെയ്തിട്ട് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് അല്ലെ. Gratuity is a reward to an employee for long service with his present employer. This retirement benefit is given to an employee either on a retirement or at the time of physical disability or to the
ഡിപ്പെൻഡൻസ് ഓഫ് ദ ഡിസീസ്ഡ് എംപ്ലോയി. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ഗ്രാറ്റുവിറ്റി അർഹതപ്പെടുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി റിട്ടയർ ചെയ്ത് പോകാം, അല്ലെങ്കിൽ ആ വ്യക്തി റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് അദ്ദേഹത്തിന് വിരമിക്കേണ്ടതായിട്ട് വരും. അതല്ല എങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാള് ആ വ്യക്തിയുടെ കൂടെ ജോലി ചെയ്ത് ആ ഒരു തൊഴിലുടമയുടെ കീഴിൽ വർക്ക് ചെയ്തതിന്റെ പേരിൽ അവർക്ക് ഗ്രാറ്റുവിറ്റി ലഭ്യമാക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഗ്രാറ്റുവിറ്റി എന്താന്നുള്ളത് നോട്ട് ചെയ്ത് പോവുക. Gratuity is a reward to an employee for a long service with his present employer. Okay. Then it is payable to an employee on his superannuation or on his retirement or on his death or disablement. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. റിട്ടയർമെന്റിന് ശേഷം അതല്ലെങ്കിൽ അല്ലെ അവർക്ക് ലംസമായിട്ട് വോളണ്ടറി ആയിട്ട് പോവുകയാണെങ്കിലും കേസ് ഡെത്ത് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ ഡിസേബിൾമെന്റ് അല്ലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോകുന്ന വ്യക്തിത്വമാണ് എങ്കിൽ ആണ് ഈ ഗ്രാറ്റുവിറ്റി അർഹതപ്പെടുന്നത്. And gratuity is payable of all employees who have rendered a minimum continuous service of 5 years with the present employer. അവിടെ ആ ഇയറിന് പ്രാധാന്യമുണ്ട്. അതായത് ഒരു തൊഴിലുടമയുടെ കീഴിൽ ഒരു 10 ദിവസം വർക്ക് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളാവില്ല അല്ലെ. അവിടെ ഒരുപാട് നാളിന് ഒരു വ്യക്തമായിട്ടൊരു വ്യക്തതയുണ്ട്. അതായത് 5 ഇയർ എങ്കിലും ആ തൊഴിലുടമയുടെ കീഴിൽ മസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ ഗ്രാറ്റുവിറ്റി അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഗ്രാറ്റുവിറ്റി is payable of all employees who have rendered a minimum continuous service. ഇവിടെ എടുത്ത് പറയുന്നുണ്ട് കണ്ടിന്യൂസ് സർവീസ് ഉണ്ടായിരിക്കും അല്ലെ. അവിടെ നിന്ന് വിട്ടുപോയി പിന്നെ വേറെ സ്ഥലത്ത് പോയി കുറച്ചാൾ ജോലി ചെയ്തിട്ട് അത് പിടിക്കാണ്ടായപ്പോ വീണ്ടും കൂടെ വന്ന് ജോലി ചെയ്തു എന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 വർഷമെങ്കിലും അയാളോടൊപ്പം തുടർച്ചയായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഗ്രാറ്റുവിറ്റിക്ക് അദ്ദേഹം അർഹതപ്പെടുന്നത്. Then it is payable to an employee on his superannuation or on his retirement or on his death or disablement due to accident or disease. ഇത് നമ്മൾ സാധാരണയായിട്ട് പേ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംഭവം അല്ലെ റിട്ടയർമെന്റിനോ അതല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചതിന് ശേഷമാണ് ഇത് ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് ഗ്രാറ്റുവിറ്റി എന്നും ആർക്കാണ് ഇത് അർഹതപ്പെടുന്നതെന്നും നോക്കിയല്ലേ? ഓക്കെ, മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ മാർക്ക് ചെയ്തോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1970. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലും ഞാൻ പറയുന്ന എമൗണ്ടുകളൊന്നും ഒരിക്കലും ഫേവറബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം എമൗണ്ടിനൊക്കെ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഗ്രാറ്റുവിറ്റിയുടെ ഫോർമുലാസ് ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ എവിടെയാണെങ്കിലും ഗ്രാറ്റുവിറ്റി അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഫോർമുല ബേസിൽ തന്നെ ഉണ്ടാകും. നമുക്കറിയാം സ്ലാബ് അനുസരിച്ചിട്ട് ആ വ്യക്തിക്ക് ഏത് സൂട്ടബിൾ ആയിട്ടുള്ള സ്ലാബ് ഏതാണോ അത് ആ വ്യക്തിക്ക് അർഹതപ്പെടും. ഓക്കെ, The Payment of Gratuity Act 1972 is applicable to the establishment in the whole nation. Okay, നാഷനിലുള്ള എല്ലാവർക്കും തന്നെ ഇത് ആപ്ലിക്കബിൾ ആണ്. അതായത് തൊഴിലുടമയുടെ കീഴിൽ 5 വർഷം വർക്ക് ചെയ്തിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റിട്ടയർമെന്റിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ ഗ്രാറ്റുവിറ്റി അത് അർഹതപ്പെടുന്നുണ്ട്. Then provides for a scheme of compulsory payment of a gratuity by the management of railways. റെയിൽവേ പോലെയുള്ള ഇതിലുള്ള ഫാക്ടറീസ്, ഓയിൽ ഫീൽഡ്സ്, മൈൻസ്, പ്ലാന്റേഷൻ ഷോപ്സ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയ് 10 or more persons to their employees drawing monthly wages not exceeding 1,600 per month. Okay, നമുക്ക് അതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്രാറ്റുവിറ്റി ലഭ്യമാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തില് അല്ലെ 10ൽ കൂടുതൽ അംഗങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാറ്റുവിറ്റി ഒക്കെ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ മസ്റ്റായിട്ട് ലഭ്യമാകേണ്ടതാണ്. അപ്പൊ അവിടെ കൃത്യമായിട്ട് പറയുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് 1,600 പെർ മന്ത്. ഞാൻ പറയുന്നു എമൗണ്ട്സിലൊക്കെ വേരിയേഷൻ ഉണ്ട്. അപ്പൊ അത്രയും കൂടാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ അനുശാസിക്കുന്നത്. The Act stipulates that the gratuity payable to an employee shall be at the rate of 15 days wages for every completed years of service or part thereof in excess of 6 months
Hence, wages means the average of the basic pay last drawn by the employee. അതായത് നമ്മൾ ലാസ്റ്റ് ഇപ്പൊ ഒരു സാലറിയിൽ ആയിരിക്കും നമ്മൾ പ്രവേശിക്കുന്നത്, പിന്നീട് നമുക്ക് സാലറി കൂട്ടി തരും അല്ലെ. നമ്മള് കുറച്ചും കൂടി റിട്ടയർ ചെയ്യുന്ന കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സാലറി അത്യാവശ്യം നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ബേസിക് സാലറിയുടെ ഒരു 15% ആണ് അവര് എന്താണ് 15 ഡേയ്സിന്റെ അല്ലെ, അവരുടെ ബേസിക് സാലറിയുടെ 15 ഡേയ്സിന്റെ സാലറിയാണ് ഇവര് പറയുന്ന ഗ്രാറ്റുവിറ്റി എമൗണ്ട് ആയിട്ട് പറയുന്നത്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ, ഇന്ന രീതിയിൽ അത് കൂടാനൊന്നും പാടില്ല. The act stipulates the gratuity payable on an employee shall be the rate 15 days wages every completed year of service. ഓരോ ഇയർ ഓഫ് സർവീസിന്റെ 15 ദിവസത്തെ സാലറിയാണ്. പിന്നെ പറയുന്നുണ്ട് ഈ ബേസിക് സാലറി എന്ന് പറയുന്നത് ലാസ്റ്റ് എടുക്കുന്ന സാലറിയുടെ അല്ലെ 15 ഡേയ്സിന്റെ അങ്ങനെയുള്ള രീതിയിലാണ് അത് എടുക്കേണ്ടത്. Then maximum amount of gratuity payable to an employee shall not exceed 20 months of wages. 20 monthsന്റെ വേജസിനേക്കാൾ കൂടുതലാവാൻ പാടില്ല അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഒരു സാലറിയിലാണ് പ്രവേശിക്കുന്നത്, അതിന്റെ ഒരു 20 monthsന്റെ സാലറിയേക്കാൾ കൂടുതലാവാൻ പാടില്ല ഈ ബേസിക്. ഇപ്പൊ 90 ഡേയ്സ് ബേസിക് സാലറി നമ്മൾ പ്രവേശിക്കുന്ന ഓരോ മാസത്തിന് 15 ദിവസത്തെ സാലറി എടുത്ത് കണക്കാക്കുമ്പോൾ അപ്പൊ ആ ഒരു കാൽക്കുലേഷനിൽ ഒരു വേരിയേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ വെച്ചിട്ടാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത്. ഇപ്പൊ നവേഡേയ്സ് നമുക്കറിയാം ഗ്രാറ്റുവിറ്റിക്കൊക്കെ അല്ലെ സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫോർമുല ബേസിൽ തന്നെ അവരുടെ സാലറികളൊക്കെ കണക്കാക്കിയിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഒരു എംപ്ലോയറുടെ കൂടെ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് റിട്ടയർമെന്റോ അല്ലെങ്കിൽ മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ഡിസീസസ് ഒക്കെ വന്ന് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകേണ്ടി വരുമ്പോൾ അർഹതപ്പെടുന്ന കാര്യമാണ്. അത് എന്താണ് ബേസിക് സാലറിയുടെ 15 ദിവസത്തിന്റെ സാലറി വെച്ചിട്ടാണ് അത് കണക്കാക്കുന്നത്. ഒരിക്കലും 20 monthsന്റെ സാലറിയേക്കാൾ കൂടാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ആക്ട് എന്നാണ് നിലവിൽ വന്നതെന്നുള്ളത് ഓർത്ത് വയ്ക്കുക, 1972. ഓക്കെ, പിന്നെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് അല്ലെ 10 അംഗങ്ങളെക്കാൾ കൂടുതലുള്ള ഷോപ്പുകള്, പ്ലാന്റേഷൻ, മൈൻസ്, ഫീൽഡ്സ് അല്ലെ, അതായത് കടകള്, അതേപോലെ തോട്ടം തൊഴിലാളികള്, ഖനികള്, ഓയിൽ ഫീൽഡ്സുകള്, റെയിൽവേസ്, ഫാക്ടറീസ് ഇവിടെയൊക്കെ ഉള്ള എംപ്ലോയീസിനെല്ലാം തന്നെ ഗ്രാറ്റുവിറ്റി അർഹതപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ചെറിയ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക, ഇയർ ഓർത്ത് വെക്കുക, ആരൊക്കെ ഇതിൽ പെടും എന്താണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എന്താണ് അല്ലെ ഗ്രാറ്റുവിറ്റി, ഒരിക്കലും ഇയറിന്റെ കാര്യം ഓർത്ത് വെക്കുക, ഗ്രാറ്റുവിറ്റി എന്താന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നിങ്ങളുടെ മോഡലുകൾ നമ്മൾ പൊതുവെ കാണിച്ചു തരാറില്ല, കാരണം ആ പഴയ ഫിഗർ ഒക്കെ തമ്മിൽ നല്ലൊരു വേരിയേഷൻ ഉള്ളത് കൊണ്ട് അത് വന്ന് കാണാറില്ല. ജസ്റ്റ് വായിച്ചു നോക്കുക. ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മെഡിക്കൽ ബെനിഫിറ്റ് ആണ്.
എന്താണ് മെഡിക്കൽ ബെനിഫിറ്റ് നോക്കാം. ദിസ് ബെനിഫിറ്റ് ഈസ് പ്രൊവൈഡഡ് by some large organizations to their retired employees and their family members. Medical service, for example, employee are provided under the employees state insurance scheme ESIS. Okay, അതായത് വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോഴാണ് ഈ പറഞ്ഞ മെഡിക്കൽ ബെനിഫിറ്റ്സുകളൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് സ്കീമുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളുടെ ഭാഗമായിട്ട്. പിന്നെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ് തരുന്ന പ്രധാനമായിട്ട് തരുന്ന ഒരു സ്കീം. അതിൽ ആ ഒരു അബ്രിവേഷൻ ഓർത്ത് വെക്കുക, എന്താണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം EFI. എല്ലാ ഓർഗനൈസേഷനും അവൈലബിൾ ആക്കില്ല. ചില പ്രധാനപ്പെട്ട ഓർഗനൈസേഷനുകളൊക്കെ ESI സാധാരണയായിട്ട് ആനുകൂല്യങ്ങൾ എംപ്ലോയിക്ക് ലഭ്യമാക്കുന്നുണ്ട്. The Employees State Insurance Act 1948 has a provision for a certain benefit to employees in case of a sickness, employment injury and maternity. ഈ ഒരു ആക്ടിന്റെ ഇയർ ഓർത്ത് വെക്കുക, The Employees State Insurance Act 1948. ഓക്കെ, ESIS എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ഇതില് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് എന്തൊക്കെ രീതിയിലാണ് ബെനിഫിഷ്യൽ കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ്, മെറ്റേണിറ്റി അല്ലെ, എന്തെങ്കിലും പ്രസവം, അതായത് അവരുടെ ആശ്രിതർക്കോ അല്ലെങ്കിൽ അവർക്കോ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റേണിറ്റി പ്രസവ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഇതുവഴി ലഭ്യമാക്കുന്നത്. The Act has been made applicable to all non-seasonal factories. Okay, non-seasonal ആയിട്ടുള്ള എല്ലാ ഫാക്ടറീസിനും ഇത് applicable ആണ്. Later it was extended partly to or wholly to any establishment or a class of establishments. Okay, നമുക്കറിയാം എല്ലാ തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സിനും ഇതിന്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാണ്. Labor employed directly, including the clerical staff, is covered by this act. However, members of the armed force and any person whose salary is the aggregated exceeded 500 in month are not covered under this act. Okay, നമുക്കറിയാം ഒരുപാട് വ്യക്തികൾക്ക് ഈ ആക്ടിന്റെ കീഴിൽ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. എന്നിരുന്നാലും അല്ലെ അഗ്രിഗേറ്റ് എക്സീഡ് 500-നേക്കാളും കൂടുതൽ സാലറി അല്ലെ നോട്ട് കവേർഡ് അണ്ടർ ദിസ് ആക്ട് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിന്റെ ഒരു എമൗണ്ട് ആണ്. അത് വെച്ചിട്ട് ഇപ്പൊ ഒന്നും കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ അങ്ങനെയുള്ള ഒരു ബാർഗെയിനിങ് അവിടെ വന്നിട്ടുണ്ട്. അതായത് ഒരു അല്ലെ ഒരു സാലറിയുടെ ഒരു വേരിയേഷൻ ഉണ്ട്. ഇൻ കേസ് നമുക്കറിയാം, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോവേണ്ടത് ESI എന്താണെന്ന് അവർ മനസ്സിലാക്കുക, അത് എന്താണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മനസ്സിലാക്കുക. എല്ലാ കമ്പനികളും ഓഫർ ചെയ്യുന്നില്ല, പക്ഷെ ചില കമ്പനികളാണ് ESIയുടെ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നത്. അത് ആർക്കൊക്കെയാണോ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ലഭ്യമാകുന്നത് തീർച്ചയായിട്ടും അവർക്കും അവരുടേതായിട്ടുള്ള ആശ്രിതരും ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത്. ഒന്ന് കേസ് ഓഫ് സിക്നസ്, സെക്കൻഡ് വൺ എംപ്ലോയ്മെന്റ് ഇഞ്ചുറി ആൻഡ് മെറ്റേണിറ്റി. 3 കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും മെഡിക്കൽ ഇൻഷുറൻസ് ലഭ്യമാകുന്നത് ESIയുടെ കീഴിൽ എന്നുള്ളത് ഓർത്തിരിക്കുക. Under this act, those insured under the scheme. അപ്പൊ ചിലർക്കൊക്കെ അതിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ചില ഓർഗനൈസേഷനുകളൊക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നു. Okay, under this act, those insured under the scheme are entitled to receive medical aid benefit in the case of a disablement, sickness and maternity, etc. Okay, ചില ഇൻഷുറൻസുകൾ എന്നൊക്കെ പറയുന്നത് മെഡിക്കൽ ആയിട്ടുള്ള സഹായങ്ങൾ അവരെ ലഭ്യമാക്കുന്നുണ്ട്. ബെനിഫിറ്റ്സ് ഇൻ കേസ് ഡിസേബിൾമെന്റ് അല്ലെ മരണത്തോടനുബന്ധിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പ്രസവ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതിന്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. This benefits establish a lifelong relationship between the organization and its employee, extending even up to the post-retirement phase of life. Okay, നമുക്കറിയാം ഇത് ജീവനാന്തം ഇതിന്റെ ബന്ധം ആ ഒരു ആനുകൂല്യം അവിടെ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. റിട്ടയർമെന്റിന് ശേഷമാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങൾ അവിടെ ലഭ്യമാകുന്നതാണ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ മെഡിക്കൽ ബെനിഫിറ്റ്സിൽ പറയുന്ന ഒരു കാര്യം നമ്മുടെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ് സ്റ്റാർട്ട് ചെയ്തത് 1948 ആണ്. മിക്കവാറും മോസ്റ്റ്ലി നമുക്ക് ലഭ്യമാകുന്നത് എന്തൊക്കെ പെടാം അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിക്നസ്, മെറ്റേണിറ്റി അല്ലെങ്കിൽ ഇഞ്ചുറിയുമായിട്ട് ബന്ധപ്പെടുന്ന
അസുഖങ്ങൾ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇൻഷുറൻസ് സ്കീമിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നത്. അല്ലേ? അത് ആവശ്യമുള്ളത് നോട്ട് ചെയ്ത് പോവുക. അത് ഓക്കെയാണ്. അങ്ങനെയില് കുറെ കണക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നുണ്ടോന്ന് അറിയില്ല, എന്നാലും കുഴപ്പമില്ല. കുറച്ചും കൂടി കഴിയുമ്പോൾ ഓക്കെയാണ്. ഓക്കെ, ഇത്രയും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വൈഡായിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോകാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പെൻഷൻ ബെനിഫിറ്റ്സ് ആണ്. The benefits which are covered under employees family pension scheme 1971 as follows. ഈ പറഞ്ഞ എംപ്ലോയീസ് ഫാമിലി പെൻഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ അല്ലെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഒന്നും പ്രതിപാദിച്ചില്ല. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് പെൻഷൻ ബെനിഫിറ്റ്സിൽ പറയുന്നത്. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെ, ഫസ്റ്റ്ലി പറയുന്നത് ദിസ് ബെനിഫിറ്റ്സ് ഇസ് ദ ഫോം ഓഫ് എ ലംസം ഗിവൺ സബ്ജക്ട് ടു എ മാക്സിമം of rupees 4,000 payable to a member on his normal retirement subject to a certain rules and regulations. നമുക്കറിയാം ഇപ്പോ 4,000 അല്ല അല്ലെ, ഒരു ലംസം എമൗണ്ട് റിട്ടയർമെന്റിന് ശേഷം അവർക്ക് ലഭ്യമാകും എന്നുള്ളതാണ് പ്രധാനമായിട്ട് നിയമ നടപടികൾക്കൊക്കെ അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു ലംസം എമൗണ്ട് ലഭ്യമാകുന്നത്. റിട്ടയർമെന്റിന്റെ ടൈമില് എന്താണ് PF-ന്റെ ബെനിഫിറ്റ് ആയിട്ട്, എന്താണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ടാണ് അവർക്ക് ലഭ്യമാകുന്നത്. ഫാമിലി പെൻഷൻ, അപ്പൊ അവിടെ ഫാമിലി പെൻഷനായിട്ട് എന്താ കൊടുക്കണെന്ന് നോക്കാം. അപ്പൊ ലംസം എമൗണ്ടിന്റെ കഴിഞ്ഞു. അവിടെ പറയുന്നത് മാക്സിമം 4,000 ആണ് പേയബിൾ പറയുന്നത്, പക്ഷെ ഇപ്പൊ അതിന് വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ, then family pension is given to the family of a deceased member of the fund at the following rates. Okay, റിട്ടയർമെന്റിന് ശേഷമൊക്കെ ഉള്ള ആ ഒരു ഫാമിലി പെൻഷൻസിന്റെ കാര്യം നോക്കാം. 12% of a pay subject to a maximum of rupees 150 per month to the family of a member whose pay on which contribution EPF is received is 800 and above. അതായത് ഒരു 800 രൂപയിലേക്കാണ്, അത് ഇപ്പൊ അല്ലാട്ടോ ഇപ്പോഴത്തെ കണക്കല്ല, ഒരു 800 രൂപയേക്കാൾ കൂടുതൽ സാലറി മേടിക്കുന്ന ഒരു പേഴ്സൺ ആണ് എങ്കിൽ അവരുടെ ആ സാലറിയുടെ ഒരു 12% മാക്സിമം ഒരു 150. ഓക്കെ, അത് എന്താണ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളതാണ് അല്ലെ. 12% pay subject to a maximum 150 to the family of a member whose pay on which contribution EPF is received. അവിടെ EPF ആയിട്ട് അവര് റിസീവ് ചെയ്യുന്നതാണ് 12% അല്ലെ. അവിടെ കാരണം 800 രൂപയൊക്കെ കൂടുതലാണ് അവര് സാലറി മേടിക്കണമെങ്കിൽ. ഈ 15% for pay subject to maximum 96 per month and a minimum of 60 per month to the family of a member whose pay is 200 per month and above but below 800. അതായത് 800-നേക്കാളും എന്നാൽ 200-നേക്കാളും ഇടയ്ക്ക് അങ്ങനെ ഒരു
സാലറി ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് മിനിമം ഒരു 60 ഒരു 60 പെർ മന്ത്, അതല്ലെങ്കിൽ മാക്സിമം 15% ഓഫ് പേ, അത് 96 വരെയാകാം അവര് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. 30% of our pay is subject to a minimum 60 per month to the family of a member whose pay is rupees 200. 200 ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം 60 അല്ലെ, അവിടെ മിനിമം 60 എങ്കിലും അതിനേക്കാൾ കൂടുതൽ മാക്സിമം ആണ് എങ്കിൽ 30% ഓഫ് പേ 200 അല്ലെ, അവിടെയാണ് മിനിമം മേടിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള സാലറിയുടെ 30% പേ അല്ലെങ്കിൽ മിനിമം 60 രൂപയെങ്കിലും അതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം സ്ലാബിലൊക്കെ വേരിയേഷൻസ് ഉണ്ട്. നിങ്ങൾ എന്തായാലും പി എഫിന്റെ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യേണ്ടത് കേസ് അങ്ങനെ വരികയാണെങ്കിൽ അതിനതിൻ്റെതായിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് കൈകാര്യം ചെയ്തു പോകാം. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ലാബ് ഒക്കെ ഉണ്ട്, അതേമാതിരി തന്നെ ഗ്രാറ്റുവിറ്റിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു കണക്കും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൊടുക്കുന്നത് എന്താണ് റിട്ടയർമെന്റിന് ശേഷം അല്ലെങ്കിൽ പെൻഷനിലെ അവിടെ അവർക്ക് വേണ്ടിയിട്ട് എംപ്ലോയിയുടെ ആ ഒരു സേവനത്തിന്റെ ബേസിൽ അവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഫണ്ടിൽ നിന്ന് ആണ് തീർച്ചയായിട്ടും ഇവർക്ക് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാണ്. ഹോസ്പിറ്റലില് നമ്മൾ മനസ്സിലാക്കുക റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒരു ലംസം എമൗണ്ട് കൊടുക്കുന്നു, ഫാമിലി പെൻഷനായിട്ട് ഈ രീതിയിൽ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കും. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ആണ്. ഇതിന് തന്നെ വരുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ്. ദ ബെനിഫിറ്റ് ഈസ് ദ ഫോം ഓഫ് എ ലംസം സബ്ജക്ട് ടു എ മാക്സിമം 2000 payable in the case of a death of a man. ഇവിടെ ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ് ലഭ്യമാകുന്നത് എന്താണ്, ഡെത്ത് സംഭവിക്കുമ്പോഴാണ് അല്ലെ. ഈ റിട്ടയർമെന്റിന് ശേഷമുള്ള കാര്യങ്ങളാണെങ്കിൽ എന്താണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണ്, ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ മാക്സിമം 2000 ലംസമായിട്ട് ഒരു എമൗണ്ട് കൊടുക്കുമെന്നുള്ളതാണ്. ഇപ്പൊ അതിന്റെ വേരിയേഷൻ ഉണ്ട്. വിഡ്രോവൽ ബെനിഫിറ്റ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ ഫോം ഓഫ് എ ലംസം എമൗണ്ട് പേയബിൾ ടു ദ മെമ്പർ ഓൺ ലീവിംഗ് ദ സർവീസ് ബിഫോർ ഹിസ് റിട്ടയർമെന്റ് ഏജ് സബ്ജക്ട് ടു ഫുൾഫിൽമെന്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ്. ഓക്കെ, നമുക്കറിയാം റിട്ടയർമെന്റിന് ഏജിന് മുമ്പ് തന്നെ അവര് വിരമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിഡ്രോവൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ലംസം എമൗണ്ട് ആയിട്ടാണ് അവര് വിഡ്രോവൽ ബെനിഫിറ്റ്സ് ലഭ്യമാകുന്നത്. നമുക്കറിയാം എന്തിനാണെങ്കിലും അവരുടെ കണ്ടീഷൻസ്, അതിന്റെ കണ്ടീഷൻസിന്റെ ബേസിലാണ് ഇങ്ങനെയുള്ള വിഡ്രോവൽ ബെനിഫിറ്റ്സ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പിരിച്ചു വിടുകയാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ അവരെ കോൺട്രിബ്യൂഷൻ കരസ്ഥമാക്കണം അല്ലെ. തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് അതിനുള്ള അവകാശം ലഭ്യമാകും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഇന്ന് എടുത്തത് കുറച്ച് കാര്യങ്ങൾ എടുത്ത്, അതായത് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളുടെ ബെനിഫിറ്റ്സുകളാണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. അതിന്റെ ആ ഒരു ഇതുകളൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല, കാരണം എമൗണ്ട് കാര്യങ്ങളൊന്നും അങ്ങനെ വരാറില്ല, അന്ന് കാണാറില്ല. പക്ഷെ ഇത് മനസ്സിലാക്കി വെക്കുക, ഇയർ ഓർത്ത് വെക്കുക. 1971 എംപ്ലോയീസ് ഫാമിലി പെൻഷൻ സ്കീം നിലവിലുള്ളത്. അതിന്റെ കീഴിൽ ഏതൊക്കെ ബെനിഫിറ്റ്സുകളാണ് ലഭ്യമാകുന്നത്? റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഉണ്ട്, ഫാമിലി പെൻഷൻ ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ഉണ്ട്, വിഡ്രോവൽ ബെനിഫിറ്റ്സും ഇതിന്റെ അണ്ടറിലുള്ള ആനുകൂല്യങ്ങളാണ്. ണോ നോക്കേണ്ടതുണ്ടോ?
അപ്പൊ അടുത്തൊരു ഭാഗം നമുക്ക് തുടങ്ങിയിരിക്കാം. മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ്. ഓക്കെ, അപ്പോ അതിലെന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസില് പ്രധാനമായിട്ടും നമുക്കറിയാം ഈ തൊഴിലാളികൾക്ക് ഇങ്ങനെ കുറെ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കണമെന്ന് പറഞ്ഞു അല്ലെ. അത് പക്ഷെ മിതമായ രീതിയിലൊക്കെ ലഭ്യമാക്കണം അല്ലെ, അല്ലെങ്കിൽ അധിക ചെലവ് വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അല്ലെ. തൊഴിലുടമയ്ക്ക് ഒരുപാട് ഈ പറഞ്ഞ മാതിരി എംപ്ലോയിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പല ഘടകങ്ങളും കൈകാര്യം ചെയ്തു പോയാൽ അതിനനുസരിച്ചുള്ള ഫണ്ട് വേണ്ടി വരില്ലേ. ഒക്കെയാണ് അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, അവർ നന്നായിട്ട് തന്നെ മാക്സിമം എഫോർട്ട് വർക്ക് ചെയ്യും. പക്ഷെ അതിനൊക്കെ എന്താണ് ആവശ്യമായിട്ടുള്ള ഫണ്ട് അവിടെ വേണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഫണ്ട് വെച്ച് നോക്കുമ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കത്തക്ക വിധത്തിലുള്ള ഫണ്ട് കൈകാര്യം ചെയ്യാൻ വേണം എന്ന ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണം എന്നുള്ള ആ ഒരു മാനദണ്ഡത്തിന്റെ ബേസിൽ ആ ഒരു കൺട്രോളിംഗ് പവറോട് കൂടിയിട്ട് മാത്രമാണ് ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള സർവീസുകൾ അവർക്ക് പ്രദാനം ചെയ്യാൻ പാടുള്ളൂ എന്ന് നോക്കാം. ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് different types of benefits are an integral part of the total reward system, there must be a match between the benefits plans and the organization objectives of the firm. Okay, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണം, അതുമാതിരി തന്നെ എന്താണ് അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കുകയും ചെയ്യും അല്ലെ. അതൊരു പ്രധാനപ്പെട്ട ഒരു ഇന്റഗ്രൽ പാർട്ടാന്ന് പറഞ്ഞാൽ അവിഭാജ്യ ഘടകമാണ് ഈ പറഞ്ഞ മാതിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അവർക്ക് കൊടുക്കേണ്ടത് മസ്റ്റാണ്. അത് കൊടുക്കുക തന്നെ വേണം. പക്ഷെ അവിടെ പ്രധാനമായിട്ട് ചിന്തിക്കണം ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഓക്കെ, ദീസ് ഗോൾസ് ക്യാൻ ബി ഫുൾഫിൽഡ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ് ഫോർ ദ ബെനിഫിറ്റ് പ്ലാൻസ് ആൻഡ് ദെൻ ക്രിയേറ്റിംഗ് സച്ച് എ പ്ലാൻ which has the capabilities of meeting these objectives. Okay, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്യം നേടിയെടുക്കുന്ന കാര്യത്തിന് അതിന് എപ്പോഴും അല്ലെ നമ്മൾ ഏത് കാര്യം ക്രിയേറ്റിവിറ്റി സൃഷ്ടിക്കുമ്പോഴും മനസ്സിലാക്കണം ഓർഗനൈസേഷന്റെ ലക്ഷ്യം ഇതോടൊപ്പം തന്നെ നേടിയെടുക്കുന്നുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ് ബെനിഫിറ്റ്സ് പ്ലാൻസ്, ഈ പ്ലാനുകൾ എന്തൊക്കെയാണെങ്കിൽ കൂടി പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് നമ്മൾ കണ്ടു, പലതരത്തിലുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് കണ്ടു അല്ലെ. അവിടെ വേക്കൻസി അലവൻസ് അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അലവൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ ഇതെല്ലാം കൊടുക്കുമ്പോഴും ഓർഗനൈസേഷന്റെ ലക്ഷ്യം അതിനോടൊപ്പം തന്നെ നേടിയെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പ്രവർത്തനാത്മകമായിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് ചുവട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ഓഫ് മീറ്റിംഗ് ദീസ് ഒബ്ജക്റ്റീവ്സ് എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. In certain cases, making rather than as a in certain cases, the appropriate designing of these types of a benefit plan is to seen as a one-time decision making rather than as a continuous developing process. Okay, നമ്മള് ചിലപ്പോഴൊക്കെ നമുക്കറിയാം മറ്റു പ്രാവശ്യം അത് നമ്മൾ ആ ഒരു ബെനിഫിഷ്യൽ പ്ലാനിനെ കുറിച്ചിട്ട് ആസൂത്രണം ചെയ്ത അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിയുമ്പോൾ അടുത്ത തലത്തിലേക്ക് കടന്ന് അടുത്ത തരത്തിലുള്ള രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അവർക്ക് ലഭ്യമാകും. The fact that benefit plans which were suitable for the workforce of a previous year may not provide the same result for the present or future employees. Okay, നമ്മൾ മനസ്സിലാക്കേണ്ട പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ബെനിഫിഷ്യൽ പാക്കേജ് കൊടുത്തു. ഓക്കെ, ഇനി വരുമ്പോഴും അത് തന്നെ ആവർത്തിച്ചു, അടുത്ത പ്രാവശ്യം വരുമ്പോഴും അത് തന്നെ ആവർത്തിച്ചു അല്ലെ. അങ്ങനെ ആ പ്രീവിയസ് ഇയറിൽ എന്താണോ കൊടുത്തത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല അല്ലെ. ടീച്ചർ എംപ്ലോയീസിന് നമുക്കറിയാം പുതിയ പുതിയ വിധങ്ങളാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഡേയ്സില് മൊബൈലും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ അവയർനെസ്സും അതേമാതിരി തന്നെ കുറെ പാർട്ടികളും കുറെ അല്ലെ ലൊക്കേഷനുകളൊക്കെ ചെയ്യുക എന്നൊക്കെയുള്ളതിലൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ അല്ലെ. പഴയ കാലഘട്ടത്തിൽ നടന്ന എങ്ങനെയെങ്കിലും ഫിനാൻസ് ഉണ്ടാക്കണം അല്ലെ, പൈസ എൻ ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി അത് മാത്രമാണ് തൊഴിലാളികളുടെ എപ്പോഴും ഓവർഡ്യൂട്ടി ചെയ്താലും കുറച്ച് പണം സമ്പാദിക്കണം. പക്ഷെ ഇപ്പൊ എന്താണ് പണം സമ്പാദിക്കുന്നതിനേക്കാളും അപ്പുറം എന്താണ് കുറേയും കൂടി എൻജോയബിൾ ആയിട്ട് അല്ലെ, കുറച്ചും കൂടി മടിച്ചു കുടിച്ച് നടക്കുന്ന ഒരു അന്തരീക്ഷത്തില് എപ്പോഴും ഒരു സ്ട്രെസ് ഇല്ലാതെ മാക്സിമം റിലാക്സോടുകൂടി ജീവിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഇപ്പൊ എന്താണ് തീർച്ചയായിട്ടും അവിടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആയിട്ട് കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ കുറെ ഒക്കേഷൻസിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയറിലെ ഒരു സെയിം ബെനിഫിഷ്യൽ പാക്കേജ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം അല്ലെ, ഓർഗനൈസേഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്.
Then നമുക്ക് നെക്സ്റ്റ് നോക്കാം. There must be a proper administration of benefits and services by the organization as there can be incidents of lawsuit and civil penalties of those organizations which do not properly administer benefits and services. ഇനി മറ്റൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ പറഞ്ഞ മാത്രമേ ആക്ടിന്റെ കീഴിലല്ലേ ഇത്ര അംഗത്വങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടത് മസ്റ്റാണ് അല്ലെ. 10 അംഗങ്ങളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇന്ന ആനുകൂല്യം കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കാൻഡിഡേറ്റ് സർവീസ് വരെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ. 250 അംഗങ്ങളിൽ കൂടുതൽ ഉള്ള കമ്പനി ആണെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ടും കാൻഡിഡേറ്റ് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ നിയമവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഒക്കെ കടമകളൊക്കെ നിർവഹിക്കേണ്ടത് ആവശ്യമാണ്. ഇൻ കേസ് അങ്ങനെ നിർവഹിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക, എല്ലാം പെനാൽറ്റിയൊക്കെ ഈടാക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ അത് അടയ്ക്കേണ്ടതൊക്കെ ആയിട്ട് വരും. ഓക്കെ, ഹയറിംഗ് എ ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ or an human resource manager can prove to be lesser costly solutions. ഇപ്പോഴും നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഒക്കെയാണ് അല്ലെ ചെറിയ ചെലവില് ഈ ഒരു കാര്യത്തിനൊക്കെ എങ്ങനെയെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നത്. The activities of developing and managing the benefits for employees are taken care of by benefits administrator. ഓക്കെ, നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്ററിന്റെ അല്ലെ അവരാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തിലുള്ള അല്ലെ എംപ്ലോയീസിന്റെ ആണെങ്കിലും തൊഴിലാളികളുടെ ആണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അവരെ വളർത്തിക്കൊണ്ടുവരണം, അതോടൊപ്പം തന്നെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കടമകളൊക്കെ നിർവഹിക്കുകയാണ്. ആ ലെവലിലേക്ക് കൊണ്ടുവരുന്നത് അഡ്മിനിസ്ട്രേറ്റീവിന്റെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഒരു പാരഗ്രാഫ് കൂടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കിട്ടാം അല്ലെ. അപ്പൊ നമ്മള് കണ്ടു, അതിൽ പറഞ്ഞ മാതിരി തന്നെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പവറുള്ള ആൾക്കാരൊക്കെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ കണ്ടു. ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ദ എംപ്ലോയീസ് അബൌട്ട് ദ മാനർ ഇൻ വിച്ച് the benefit programs are functioning along with the different standards which must be met by an employee to acquire these benefits. ഓക്കെ, അതായത് നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അവിടെ കാരണം അവരാണ് എന്താണ് അല്ലെങ്കിൽ HR മാനേജർ അല്ലെ, അവിടെ ഒരു എംപ്ലോയീസിനെ മാത്രമായിട്ട് കൈകാര്യം ചെയ്ത വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അവരായിരിക്കും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് പ്രോഗ്രാംസുകളെല്ലാം ഫങ്ഷൻ ചെയ്ത് അല്ലെ അവർക്ക് അറേഞ്ച് ചെയ്ത് സംഘടിപ്പിച്ചൊക്കെ കൊടുക്കേണ്ടത് ഇവർ തന്നെയാണ്. In most of the large organization, benefit administration is a part of a HR department. Okay, അത് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത്. On the other hand, in small organization, the responsibility of a benefit administrator is assigned to the individuals or different divisions of areas. ഓക്കെ, നമുക്കറിയാം ചെറിയ ചെറിയ സ്ഥാപനമാണെങ്കിൽ ഈ പറഞ്ഞ HR-ന് ഒരാള്, അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ വേറൊരാള്, അക്കൗണ്ടന്റ് ഒരാള്, അങ്ങനെയൊക്കെ ഒന്നും എല്ലാം പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ മൊത്തത്തിൽ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തിയിലെ നിഷിദ്ധമായിരിക്കും. സോ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരായിരിക്കും ഇതെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. Most of the time, the benefit administrator is involved in the coordination of the existing benefits advisor. Okay, നമുക്കറിയാം most of the time ഏകോപനം അല്ലെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇൻ കേസ് എന്തെങ്കിലും അല്ലെ ആനുകൂല്യങ്ങളുടെ സ്ഥലങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെ മുൻഗണനകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈമിൽ നിർവഹിക്കുക എന്നതാണ് അഡ്മിനിസ്ട്രേറ്റർക്ക് നിർവഹിക്കാൻ. ഇനിയുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, ജസ്റ്റ് വായിച്ചു നമുക്ക് ആ ഒരു പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കേട്ടോ. അതായത് ലാർജ് ഓർഗനൈസേഷനിലാണെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന HR ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേമാതിരി തന്നെ സ്മോൾ ഓർഗനൈസേഷനിലാണെങ്കിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തായാലും വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ ചോദിക്കാം. ഞാൻ എന്തായാലും വായിച്ചു നോക്കിയിട്ട് വരാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ഒന്നിച്ച് എനിക്കും അത് ബർഡനായിട്ട് വരും. ഈ ഇയറുകളും അങ്ങനെ മാറാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഭാഗത്ത് ഇച്ചിരി കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഭാഗമാണ്. ഇയറുകളും ആക്ടുകളും എന്തൊക്കെയാണുള്ളത്, ഗ്രാറ്റുവിറ്റി എന്താണെന്നുള്ളത്, പിന്നെ ESIയുടെ ഒക്കെ അബ്രിവേഷൻ എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അധികം അടുത്ത ഭാഗം കൂടി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടി നിങ്ങൾ നോക്കിയെത്തില്ല. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയുള്ള ഭാഗം എനിക്ക് തോന്നുന്നു അധികം ബുദ്ധിമുട്ടില്ല. Okay. There must be a proper administration of a benefits and service by the organization, as there can be incidents of lawsuits and civil penalties for those organizations which do not properly administer benefits and service. അതായത് നമ്മള് ഈ പറഞ്ഞ മാതിരി തന്നെ ബെനിഫിഷ്യൽ ആൻഡ് സർവീസുകൾ കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെ, ഓർഗനൈസേഷനുകൾ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടതാണ് അല്ലെ. അത് ആ ഒരു സംഭവങ്ങൾ കൊടുക്കണതിന്റെ ഇടയ്ക്ക് നമുക്കറിയാം ഇൻസിഡൻസുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്ന് വെച്ചാൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യതകൾ. ചിലപ്പോ ഇത് അംഗങ്ങളിൽ കൂടുതലുള്ള വ്യക്തികളാണ് എങ്കിൽ ഈ പറഞ്ഞ മാതിരി PF, ഗ്രാറ്റുവിറ്റി, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 250 അംഗങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ക്യാമ്പയിൻ സർവീസുകൾ അങ്ങനെയൊക്കെയുള്ള സർവീസുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഇൻ കേസ് അങ്ങനെ ആക്ടിന്റെ കീഴിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സർവീസുകൾ കൊടുത്തില്ല എങ്കിൽ അവരെ ലോസ്യൂട്ട്സ് അല്ലെ, നിയമപരമായിട്ട് തന്നെ പെനാൽറ്റീസും കാര്യങ്ങളൊക്കെ അല്ലെ അതിനൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ആ സെന്റൻസ് ഓക്കെ ആണോ? പ്രോപ്പർ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ നടപ്പാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു തൊഴിലാളികൾക്ക് അർഹതപ്പെട്ടത് ലഭ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് കോടതിയുടെ മുമ്പിൽ നമുക്ക് അർഹതപ്പെട്ടത് ലഭ്യമായില്ല എന്ന് അവർ കേസ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തിലുള്ള പെനാൽറ്റികളൊക്കെ ഓർഗനൈസേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ എന്താണ് അവിടെ അതാണ് ആ ഒരു സെന്റൻസിൽ എടുത്ത് പറയുന്നത്. സോ ഹയറിംഗ് എ ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓർ HR manager can be proved to be less costly solutions. എപ്പോഴും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ അല്ലെങ്കിൽ HR മാനേജർ ഹ്യൂമൻ റിസോഴ്സ് അല്ലെ ആ ഒരു മാനേജിങ് പോസ്റ്റിൽ ഇരിക്കുന്നവരെ എപ്പോഴും അല്ലെ വളരെ നമുക്ക് നഷ്ടമൊന്നും വരാത്ത തരത്തിലുള്ള രീതിയിൽ തന്നെ അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കണം. ഹയറിംഗ് ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്റർ ഓർ HR മാനേജർ ക്യാൻ പ്രൂവ് ടു ബി ലെസ് കോസ്റ്റ്ലി സൊല്യൂഷൻസ്. ഇതിനെല്ലാം അല്ലെ കുറഞ്ഞ ചെലവിൽ ഉള്ള ഒരു സൊല്യൂഷൻസ് കണ്ടെത്തണം അല്ലെ. അവർക്ക് അർഹതമായിട്ട് മസ്റ്റായിട്ടും അവർക്ക് അർഹതപ്പെടേണ്ടതാണ്. നമുക്കറിയാം ചില ആക്ടിന്റെ കീഴിൽ അവർക്ക് അർഹതപ്പെടേണ്ടതുണ്ടെങ്കിൽ അതൊരിക്കലും എന്താണ് അത് റെഫ്യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ. അത് ലെസ് കോസ്റ്റ്ലി തന്നെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതാണ്. The activities of developing and managing the benefit for employees are taken care of by the benefit administrator. അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ അത് നല്ല കെയർഫുൾ ആയിട്ട് തന്നെ അത് ഇവർക്ക് അർഹതമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ട് വികസിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് പ്രതിജ്ഞാബദ്ധരാണ്. കേസ് കാരണം അവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. ഒരു വലിയ കമ്പനി ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ അല്ലെങ്കിൽ HR മാനേജറിംഗ് പോസ്റ്റിലുള്ളവരെയാണ് ഇത്തരത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നത്. അപ്പൊ ഇൻ കേസ് അവർക്ക് മസ്റ്റായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമപരമായിട്ടും അവകാശപ്പെട്ടത് കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പെനാൽറ്റിക്കൊക്കെ അല്ലെ അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെന്താണ് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ കണ്ടായിരുന്നു ബെനിഫിറ്റ്സ് നമ്മളെ കണ്ടായിരുന്നു പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ലഭ്യമാകുന്നുണ്ട്, വോളണ്ടറി ആയിട്ട് ലഭ്യമാകുന്നുണ്ട്, നെഗോഷിയേഷൻ വിളിച്ചു കൂട്ടിയിട്ട് ലഭ്യമാകുന്ന ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്. അപ്പൊ പല ബെനിഫിഷ്യൽ പാക്കേജുകളും കൊടുക്കുമ്പോൾ
ഇങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കാനും പാടില്ല. അത് മസ്റ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങൾ എന്തായാലും വായിച്ചിട്ട് തന്നെ വരിക. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.